Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of statistics chapter. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിൽ ഓൾറെഡി മീൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ ഒരു ടോപ്പിക്ക് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ജസ്റ്റ് പോയി കാണാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ മോഡാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്, മോഡ് ഓഫ് ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഓക്കെ, ഇപ്പൊ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഉള്ളതിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്രൂപ്പ്ഡ് ഡാറ്റ ആയതുകൊണ്ട് തന്നെ നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ അറിയണം. ദാറ്റ് ഇസ് മോഡ് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് F1 മൈനസ് F0 ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു എച്ച്. അപ്പോൾ അത് F1 മൈനസ് F0 മൈനസ് S1 തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. F1 മൈനസ് F0 ആണ്. അതേമാതിരി തന്നെ ഈ ഒരു 2F1 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. അതായത് ഫോർമുല എന്തെങ്കിലും കാരണവശാൽ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സും കറസ്പോണ്ടിങ്ങിൽ എന്ത് ചെയ്യും, തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു പെട്ടിയിൽ വരച്ച് വെച്ച് പഠിക്കുക, നന്നായി പഠിക്കുക. ഇക്വേഷൻസ് തെറ്റിയാൽ പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ അതിനനുസരിച്ച് തെറ്റിപ്പോവും. ഓക്കെ, here L is the lower limit of the model class and H is the size of the model class, and F1 is the frequency of model class, F0 is the frequency of class preceding, മുന്നിലുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസി, F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസി. സപ്പോസ് ഞാൻ പറയാണ് 20 to 30 ആണ് എൻ്റെ മോഡൽ ക്ലാസ്, കറസ്പോണ്ടിങ്ലി ഫ്രീക്വൻസി 40, ഇതൊരു 30യും ഇതൊരു 10ഉം ആണെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് മൈ ലോവർ ലിമിറ്റ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ് ആണ്. മോഡൽ ക്ലാസിന്റെ വിത്ത് 10 ആണ്. സോ ദിസ് വിൽ ബി H, ദിസ് വിൽ ബി F0, ദിസ് വിൽ ബി F1 ആൻഡ് ദിസ് വിൽ ബി F2. അതായത് മോഡൽ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി F1ഉം അതിൻ്റെ തൊട്ട് മുന്നത്തെ ഫ്രീക്വൻസി F0യും അത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഫ്രീക്വൻസി F2 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ആക്ച്വലി നിങ്ങളുടെ ടെക്സ്റ്റിൽ മോഡും മീനും ഒരുമിച്ച് കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മീൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാരണം മീനിൻ്റെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. മോഡ് തന്നെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. സോ ഈവൻ ദോ if we are dealing with exercise 2, മോഡും മീനും ഒരുമിച്ച് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതാവുമ്പോൾ മീൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് വെച്ച് ചെയ്യാം. ബിക്കോസ് മോഡും മീനും ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അൺലെസ് മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മോഡും മീനും ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ഗോ ഫോർ ഡയറക്റ്റ് മെത്തേഡിലേക്ക് ചൂസ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കുറേ അധികം സ്റ്റെപ്സ് നമുക്ക് ചെയ്യേണ്ടി വരും. അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, നമുക്ക് അത്രയും സമയം ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം. മോഡ് നമ്മളിപ്പോൾ മോഡിന്റെ സിംഗിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എക്സസൈസ് 2 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ മോഡ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ദ ഫോളോയിങ് ഡാറ്റ ഗീവ്സ് ദ ഇൻഫോർമേഷൻ ഓഫ് ദ on the observed lifetimes for hours of 225 electrical equipments, determine the model lifetime എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മോഡ് മാത്രമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, മീൻ പറഞ്ഞിട്ടില്ല കേട്ടോ. മീൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. മീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് വെച്ച് ചെയ്താൽ മതി, നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ടാബുലർ കോളം അതേമാതിരി തന്നെ വരച്ചു വയ്ക്കുക. അഡീഷണൽ ആയിട്ട് വേറെ കോളംസ് ഒന്നും നമുക്ക് ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതലായിട്ടുള്ള ഫ്രീക്വൻസി വരുന്നത് ഏതാണെന്ന് ചൂസ് ചെയ്യാം. 61 ആണ് ഏറ്റവും വരുന്നത് അല്ലേ. പിന്നെ 38, 29, 52, 35, 10. ഇപ്പോൾ 61 ആണ് നമ്മളുടെ മോഡൽ ക്ലാസ്. ഓക്കെ, അപ്പോൾ 61 ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി. ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും നമ്മളുടെ മോഡൽ ക്ലാസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്താണ് എഴുതി വെക്കേണ്ടത്, മോഡൽ ക്ലാസ്സസ് 60 to 80. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും, L 60, H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വിത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക, എല്ലാത്തിൻ്റെയും വിത്ത് 20 ആണ്. നെക്സ്റ്റ് എന്താ വേണ്ടത്, F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ്. F0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഫ്രീക്വൻസി ഓഫ് ഇവിടത്തെ ഇതാണ് F0, ഇതാണ് F1, ഇതാണ് F2. നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക. സോ F0 is 52 and F2 is 38. അപ്പോൾ മോഡൽ ക്ലാസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ഇതേമാതിരി ഒരു വട്ടം ഇട്ട് വെക്കുക. അപ്പോൾ അതെന്താണ് ഹൈലൈറ്റ് ചെയ്യും. കറക്റ്റ് ആണ്. ആ ടേബിൾ കാണുമ്പോൾ തന്നെ ടീച്ചർ അവിടെ ടിക്കറ്റ് വെക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നോക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ തന്നെ ടീച്ചർക്ക് മനസ്സിലായി നിങ്ങളുടെ അനാലിസിസ് കറക്റ്റ് ആണ് എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ് മോഡ് ഇസ് ഈക്വൽ ടു L plus F1 minus F0 divided by 2F1 minus F0 minus F2 into H. ഇക്വേഷൻ എഴുതി വെക്കുക. ഇക്വേഷൻ എഴുതുന്നതിന് ഒരു പെർട്ടിക്കുലർ മാർക്ക് ഉണ്ട് എന്തായാലും. L എന്താണ് 60 പ്ലസ്, ഇനി തെറ്റാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 61 മൈനസ് 52 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 61 മൈനസ് F0 52 ആണ്, മൈനസ് F2 എന്താണ് 38 ഇൻറ്റു H എത്രയാണ് 20. ഓക്കെ, ഇനി ഞാൻ ഈ ടേബിൾ റബ്ബ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി സാധാരണ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. എന്നിട്ട് പോലും തെറ്റിക്കുന്ന ആൾക്കാരുണ്ട് ചെറിയ ചെറിയ കെയർലെസ്നെസ് കൊണ്ട്. ആ കെയർലെസ്നെസ് വരുത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും എഴുതിയിട്ട് മാർക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ 61 മൈനസ് 52 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ തെറ്റിച്ച് വെക്കുന്നുണ്ടാവുക. അങ്ങനെ തെറ്റിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റിക്കാണ്ട് ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. 61 മൈനസ് 52 എത്രയാണ്? 9 ആണ്. 9 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 61 2 122 മൈനസ് 52 മൈനസ് 38 ഇൻറ്റു 20 വരും. ഓർ ഇറ്റ് 60 പ്ലസ് 9 ഇൻറ്റു 2 9 ഇൻറ്റു 2 8 180 ഡിവിഷൻ 122 മൈനസ് 52 മൈനസ് 38. ഓക്കെ, അപ്പോൾ എത്ര വരിക? 52ഉം 38ഉം നെഗറ്റീവ് ആണ്, ആഡ് ചെയ്യാം. 5 3 8 90 or 122 മൈനസ് 90 വരും. 60 പ്ലസ് 180 ഡിവൈഡഡ് ബൈ 122 മൈനസ് 90 അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക, തെറ്റിക്കരുത്. 12 മൈനസ് 9 എത്രയാണ്? 3 32. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം ഡെഡ്യൂസ് ചെയ്യാം. ഇത് നമുക്ക് 90യിൽ കട്ട് ചെയ്ത് കളയാം. ഇതെത്രയാണ് പോകുന്നുണ്ടാവുക? 16 ടൈംസ്. ഇത് 45, ഇത് 8. സോ 60 പ്ലസ് 45 ഡിവൈഡഡ് ബൈ 8. 45 ബൈ 8 എത്രയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. 45 ബൈ 8. ഇതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ മുതൽ നിങ്ങൾ തന്നെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. 8 ഇൻറ്റു 5 40 5 0 എത്രയാണ് ഇനി അടുത്തത് പോകുന്നുണ്ടാവുക? 8 6 ആർ 48 അല്ലേ? സോ 20യിൽ 8 2s ആർ 16. സോ 5.62 ഇത്രയും മാക്സിമം മതി. ദാറ്റ് ഈസ് 60 പ്ലസ് 5.62 or that is 65.62. ഇതായിരിക്കും നമ്മളുടെ എന്ത് വരുന്നുണ്ടാവുക? മോഡ് വരുന്നുണ്ടാവുക. സോ 65.62 അവേഴ്സ് ആണ് നമ്മളുടെ എന്ത് വരുന്നത്? മോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ മാക്സിമം തെറ്റാണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ദിസ് ഈസ് അവർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. മോഡിൻ്റെ എക്സസൈസിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ടേബിൾ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് നോക്കുക കേട്ടോ. ദ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ഷോസ് ദ നമ്പർ ഓഫ് റൺസ് സ്കോർഡ് ബൈ സം ടോപ്പ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ് ഇൻ 1 day ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചസ്. ഫൈൻഡ് ദ മോഡ് ഓഫ് ദ ഡാറ്റ. അതായത് ഈ ഒരു ഡാറ്റ ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ ക്രിക്കറ്റ് മാച്ചിൻ്റെ ഒരു പോയിന്റ്സിൻ്റെ ഇതാണ്, സ്കോറിൻ്റെ ആ ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലും നമ്മൾ മോഡ് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മോഡ് അനാലിസിസ് ഏറ്റവും എളുപ്പമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഏറ്റവും എളുപ്പമുള്ളതാണ് നമ്മളുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിൽ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം തന്നിട്ടുള്ള ആ ഒരു ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് മോഡൽ ക്ലാസ്സും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ തെറ്റാൻ വളരെ ചാൻസ് കുറവുള്ള ഒരു സെക്ഷനാണ് മോഡ്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. 18 ആണ് ഇവിടെ മാക്സിമം വരുന്ന ഫ്രീക്വൻസി. സോ മോഡൽ ക്ലാസ് നമ്മളൊന്ന് റൗണ്ട് ഓഫ് ചെയ്ത് വെച്ചു.
സോ മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ്, ഇതൊക്കെ എടുത്തെഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ എടുത്തെഴുതുക തന്നെ ചെയ്യുക. L is equal to 4000 ആണ്, H is equal to എല്ലാം തമ്മിൽ 1000 ആണ് ഡിഫറൻസ്. സോ H is equal to 1000. F1 is frequency of model class, എഴുതി വയ്ക്കുക. F0, F2. F0 is 4 and F2 is 9. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മോഡിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്, വിച്ച് ഇസ് L പ്ലസ് F1 മൈനസ് F0 ഡിവിഷൻ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു H. ഫോർമുലാസ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് എഴുതുക, തെറ്റാണ്ട് എഴുതണം. നമ്മൾ എഴുതുന്ന ഫോർമുലയിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ തെറ്റാണ്ട് എഴുതി കഴിഞ്ഞാലാണ് നമ്മളുടെ ആൻസേഴ്സ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അതേമാതിരി ടാബുലർ കോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക നിങ്ങൾ എഴുതിയിട്ടുള്ള വാല്യൂസ് ഒക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത്. സോ ദാറ്റ് ഈസ് 4000 പ്ലസ് മോഡ് ഈസ് ഈക്വൽ ടു 4000 പ്ലസ് F1 എത്രയാണ് 18 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2F1 മൈനസ് 2 ഇൻറ്റു 18 മൈനസ് F0 4 മൈനസ് 9 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് 1000. ഓക്കെ, പ്ലസ് 4000 പ്ലസ് 18 മൈനസ് 4 എത്രയാണ് 14 ഡിവിഷൻ 18 ഇൻറ്റു 2 എത്രയാണ് 36 മൈനസ് 9 4s are എത്രയാണ് 10 11 12 13 36 മൈനസ് 13 ചെയ്യുക. 36 മൈനസ് 13 എത്രയാണെന്നുള്ളത് നോക്കുക. 3 it is 23. So it is 23 into 1000. Okay, so that is 4000 plus 14,000 division 23. 14 into 1000 ചെയ്തു, 14,000 കിട്ടി, ഡിവിഷൻ 23. and this is 608.7. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 608.7. ഡിവൈഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് 14,000 ഡിവിഷൻ 23 ഇത് തന്നെയല്ലേ കിട്ടുന്നതെന്ന് വെരിഫൈ ചെയ്യാം. 4000 ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് പോയിന്റ് വെച്ചിട്ട് ആഡ് ചെയ്യണം. ഈ അഡീഷൻ തെറ്റിക്കരുത്. അഡീഷനൊക്കെ ഇനി തെറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യമാണ്. 78064 460.8.7. അപ്പം ഇതായിരിക്കും നമ്മളുടെ എന്ത് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മോഡിൻ്റെ സെക്ഷൻ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇതേമാതിരി തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി നോക്കുക. നമ്മൾ എത്രത്തോളം അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ മനസ്സിൽ അത് പതിയുള്ളൂ. ഓക്കെ, അപ്പോൾ വേറൊരാൾ എത്ര പറഞ്ഞു തന്നു കഴിഞ്ഞാലും നമുക്ക് അത് കേട്ട് മനസ്സിലാക്കാം എന്നല്ലാണ്ട് നമ്മളത് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ എടുക്കുക. അപ്പോൾ അത് എക്സസൈസിൽ തന്നെ ഇനിയും പെൻഡിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് തന്നെ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഇതേ സെയിം മെത്തേഡ് ഫോളോ ചെയ്ത് ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ എടുക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.